ഹലോ ഡിയേഴ്സ്, എനിക്ക് പറ്റിയൊരു അബദ്ധത്തെക്കുറിച്ചാണ് ഞാൻ പറയാൻ വന്നിരിക്കുന്നത്. വേറൊന്നുമല്ല, അബദ്ധം എന്ന് പറയണ്ട, മറവി എന്ന് പറയുന്നത് ഇങ്ങനെ ചില പണികളൊക്കെ തരുന്നൊരു കാര്യമാണ്. ഞാൻ പറമ്പിൽ നിന്ന് ഒരു കൊല പൂവമ്പഴം പഴുക്കാനായിട്ട് ഇങ്ങനെ പടല തിരിച്ച് വെച്ചു, ചാക്കിലൊക്കെ കെട്ടി. സംഭവം ഈസ്റ്ററൊക്കെ വന്നതുകൊണ്ട് നമ്മൾ ഇതിനെക്കുറിച്ച് ആലോചിച്ചതേയില്ല. അതിനകത്തിരുന്നത് പഴുത്തിട്ട് കുറേയേറെ ഭാഗം ചീഞ്ഞു പോയി. ഒരു വലിയ കൊലയിൽ നിന്ന് നമുക്ക് കിട്ടിയേക്കുന്നതാണ് ഇത്രയും, ബാക്കി മുഴുവൻ നമുക്ക് ചീഞ്ഞു പോയിട്ടുണ്ട്. പിന്നെ ഒരു കാര്യമാണ്, നമുക്കുള്ളതാണെങ്കിൽ നമുക്ക് കിട്ടുമെന്ന് വിശ്വസിക്കുന്ന ഒരാളാണ്. നമുക്കുള്ളത് അല്ലെങ്കിൽ നമുക്ക് കിട്ടത്തില്ല എന്ന് മാത്രം വിശ്വസിക്കുന്ന ഒരാളാണ് ഞാൻ. അപ്പം ഞാൻ മനസ്സിലാക്കുന്നത് വെച്ചാൽ ദൈവം ഈ ഒരു പഴം ഉണ്ടാക്കിയ സമയത്ത് ഇത് ഞാൻ കഴിക്കണം അല്ലെങ്കിൽ എൻ്റെ പിള്ളേർ കഴിക്കണമെന്നുള്ളൊരു ഇതുണ്ടായിരുന്നുണ്ടെങ്കിൽ ഉറപ്പായിട്ടും എനിക്ക് തന്നെ കിട്ടിയത് ഞാൻ ഓർത്തേനെ എന്നൊക്കെ വിചാരിച്ച് ഞാൻ ആശ്വസിക്കുന്നു. ഇപ്പം അങ്ങനെയാണ്, പല കാര്യങ്ങളും കിട്ടാതെ പോകുമ്പോൾ ഞാൻ ആലോചിക്കുന്നത് അങ്ങനെയാണ്. നിങ്ങളും അങ്ങനെ ഒന്ന് ആലോചിച്ച് നോക്കിയാൽ ചിലപ്പോൾ ഒരു പോസിറ്റീവ് ഇത് വരാനുള്ള സാധ്യതയുണ്ട്. ഞാൻ അങ്ങനെയാണ് എൻ്റെ പല കാര്യങ്ങളും സമാധാനിക്കുന്നത്. അങ്ങനെ പറഞ്ഞിട്ട് ഇപ്പം ഞാൻ പിള്ളേർക്ക് പോമഗ്രാനൈറ്റ് കൊടുക്കാമെന്ന് വിചാരിച്ച് എടുത്തപ്പോഴത്തേക്കാണ് അയ്യോ നമ്മളോട് ഇങ്ങനെ പഴം ഉണ്ടല്ലോ എന്ന് ആലോചിച്ചത്. ആ ആലോചനയാണ് ഇത് നോക്കാനായിട്ടുള്ളൊരു തോന്നലുണ്ടായി. പെട്ടെന്ന് പോയി നോക്കിയപ്പോഴത്തേക്ക് സംഭവം ഇങ്ങനെയൊക്കെ ആയി. പക്ഷേ കുഴപ്പമില്ല, ഒരു 2 ദിവസം കഴിഞ്ഞാൽ ഞാനിത് എടുത്തിരുന്നെങ്കിൽ ഇപ്പം നമുക്ക് ഇത്രയും പോലും കിട്ടത്തില്ലായിരുന്നു. അപ്പം അത്രയൊന്നും ആയില്ലല്ലോ. അപ്പം ഇതിൽ പോസിറ്റീവ് കാര്യം മാത്രം എടുത്തിട്ട് ഞാൻ ആശ്വസിക്കുന്നു. കാരണം മറ്റേതിനെക്കുറിച്ച് ആലോചിച്ച് കഴിഞ്ഞാൽ നമുക്ക് സങ്കടപ്പെടാനേ സമയം കാണത്തുള്ളൂ. അപ്പോൾ അത്രയേ ഉള്ളൂ. പിന്നെ നമുക്ക് 25 സബ്സ്ക്രൈബേഴ്സ് ആയിട്ടുണ്ട്. എൻ്റെ കൂടെ കട്ടയ്ക്ക് കൂടെ നിൽക്കുന്ന 25 പേർക്കും ഒരുപാട് നന്ദി. നിങ്ങളാണ് എൻ്റെ ഒരു സന്തോഷത്തിൻ്റെ ഒരു കാരണം. അപ്പോൾ ഇത്രയേ ഉള്ളൂ. നമുക്കിനി അടുത്ത വീഡിയോ കാണാം. ബൈ.